ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഒബ്സർവറായി. ഇസ്രായേലിനെയും അമേരിക്കയെയും ഹൂതികൾ എങ്ങനെ നേരിടുന്നു? റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ബ്രേക്ക് ത്രൂസ് എന്തൊക്കെയാണ്? പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിക്കാത്തത് എന്തുകൊണ്ട്? മിഡിൽ ഈസ്റ്റിൽ വിജയിക്കുന്ന ഇറാനും സഖ്യകക്ഷികളും. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമോ? വളരെ പ്രധാനപ്പെട്ട ചില ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ഏറ്റവും ചുരുക്കി പറയാം. യമൻ എന്ന രാഷ്ട്രത്തിൻ്റെ തലസ്ഥാന നഗരമായ സനയുൾപ്പെടെ ബാബൽ മണ്ഡപ് കടലിടുക്കിനോട് ചേർന്നുള്ള പ്രധാന നഗരങ്ങൾ ഭരിക്കുന്ന ഹൂതി അൻസാറുള്ള ഗവൺമെൻറ് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതു മുതൽ ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക വിന്യാസം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ബാബൽ മണ്ഡപിലൂടെ നീങ്ങുന്ന ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികളുടെയും എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് അവർ അറിയിച്ചു. ഇത്തരത്തിലുള്ള ഹൂതി ഭീഷണി കാരണം സയോണിസ്റ്റ് രാഷ്ട്രത്തിനും സഖ്യകക്ഷികൾക്കും ചരക്ക് ഗതാഗതം നടത്താൻ കഴിയാതെ സാമ്പത്തികമായി വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആയുധ നിർമ്മാണ രംഗത്തും യുദ്ധരംഗത്തും അതിശക്തരായ ഹൂതികളുടെ പാലസ്തീൻ അനുകൂല നിലപാട് അമേരിക്കൻ ചേരിയെ വളരെയധികം ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട്. ഏകദേശം 2.5 വർഷത്തോളമായി റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട്. ഇതിനിടെ ഉക്രൈൻ്റെ പ്രധാന സ്ഥലങ്ങളിൽപ്പെട്ട ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക്, സപ്പറോഷി, കേർസൺ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത് തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കി പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിനിടെ അമേരിക്കൻ സ്വാധീനം കൊണ്ട് നാറ്റോ മിലിറ്ററി സഹായം ഉക്രൈന് ലഭിച്ചു. നിലവിൽ റഷ്യ ഒരേ സമയത്ത് 17ഓളം രാഷ്ട്രങ്ങളിൽപ്പെട്ട പട്ടാളക്കാരുമായി യുദ്ധം ചെയ്യുകയാണ്. കൂടാതെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആയുധ സഹായവും ഉക്രൈന് ലഭിക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ കാലാവധി നീട്ടുന്നത് ഇത്തരം കാര്യങ്ങളാണ്. കരിങ്കടൽ മേഖലയിലേക്ക് ഉക്രൈൻ്റെ എല്ലാവിധ ബന്ധവും തടയുക എന്നത് റഷ്യയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇതിനുവേണ്ടി മൈക്ലോവ, ഒഡേസ എന്ന 2 പ്രവിശ്യകൾ കൂടി പിടിച്ചെടുക്കാൻ റഷ്യ നോക്കുന്നത്. ഈ 2 മേഖലകൾ റഷ്യയുടെ നിയന്ത്രണത്തിൽ വന്നാൽ പിന്നെ ഭാവിയിൽ തങ്ങൾക്ക് നേരെ വരാനിരിക്കുന്ന നാറ്റോ ആക്രമണത്തിൽ നിന്ന് റഷ്യൻ ബോർഡർ സംരക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഈ പ്രദേശത്ത് ഉക്രൈനെ സഹായിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും ഒത്തുചേർന്നതോടെ റഷ്യയുടെ ലക്ഷ്യം വഴുകുകയാണ്. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 100-ലേറെ ദിവസങ്ങൾ കഴിഞ്ഞു. ലോകത്തിലെ വലിയ സൈന്യത്തിൽ ഒന്നായ IDF സൈന്യത്തിന് പാലസ്തീൻ ചെറുത്തുനിൽപ്പ് സേനയായ ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് അവരുടെ ശക്തമായ വാർ സ്ട്രാറ്റജി കൊണ്ട് തന്നെയാണ്. ഏകദേശം 70 കൊല്ലത്തോളം തങ്ങളുടെ ജനതയെ യുദ്ധകുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കിയ ഇസ്രായേലിനകത്തേക്ക് ഓപ്പറേഷൻ അൽ-അഖ്സ ഫ്ലഡ് എന്ന മിലിറ്ററി ഓപ്പറേഷൻ നടത്തുകയും ഇസ്രായേലി പട്ടാളക്കാരെയും സയോണിസ്റ്റ് അനുകൂലികളെയും ബന്ദികളാക്കി തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ശേഷം അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ തങ്ങൾ നിലകൊള്ളുന്ന ഗസ എന്ന കെണിയിലേക്ക് ഇസ്രായേലി മിലിറ്ററിയെ വിളിച്ചുകയറ്റി അവരെ അതിനകത്തിട്ട് പാഠം പഠിപ്പിക്കുന്ന രംഗമാണ് ലോകം കാണുന്നത്. ഹമാസ് ബന്ദികളാക്കിയ സയോണിസ്റ്റുകളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ മിലിറ്ററിക്ക് കഴിയാത്തതുകൊണ്ട് ഇസ്രായേലിൻ്റെ ജനങ്ങൾ തന്നെ ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധം അതിശക്തമായി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ യുദ്ധരംഗത്ത് ഹമാസ് അനുകൂലികളായ ഹിസ്ബുള്ള ലെബനോൺ ബോർഡറിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. അതും കൂടാതെ ഇസ്രായേലിൻ്റെ ചരക്ക് ഗതാഗതം തടയുമെന്ന് ഹൂതി ഭീഷണിയും നിലനിൽക്കെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ കടന്നു പോകുന്നത്. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഹമാസിനെ തുടച്ചു നീക്കി ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെയും മിലിറ്ററിയുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. അവർ പറഞ്ഞ ഒരു മിലിറ്ററി ഗോളും ഇതുവരെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തിനേറെ പറയണം, ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി പട്ടാളക്കാരെയും സയോണിസ്റ്റ് അനുകൂലികളെയും മോചിപ്പിക്കാൻ പോലും ഇതുവരെ ഇസ്രായേൽ മിലിറ്ററിക്ക് സാധിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റിലെ 2ാമത്തെ മിലിറ്ററി ശക്തിയാണ് ഇറാൻ. ലോകശക്തികളായ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വലിയ എതിർപ്പുകളെ പൊരുതി ജയിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്ന രാഷ്ട്രമെന്ന് പറയേണ്ടി വരും. ഗസയിൽ ഇസ്രായേൽ വിജയിക്കാത്തതിൻ്റെ കാരണത്തിലൊന്ന് ഇറാനാണ്. ബാബൽ മണ്ഡപ കടലിടുക്ക് വഴി നീങ്ങുന്ന അമേരിക്കൻ സഖ്യചരക്കുകൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്നതും ഇറാൻ്റെ ബുദ്ധിയാണ്. കൂടാതെ ഇറാഖിലും സിറിയയിലും അമേരിക്കൻ മിലിറ്ററി ബേസുകൾക്ക് നേരെ നിരന്തരം മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നിലും ഇറാൻ്റെ ബുദ്ധി തന്നെ. റഷ്യയും ചൈനയുമാണ് ഇറാൻ്റെ സഖ്യകക്ഷികൾ. അമേരിക്കൻ ചേരിയിലുണ്ടായിരുന്ന സൗദി അറേബ്യ അടങ്ങുന്ന അറബ് ലോകം ഇറാനുമായി ശീതയുദ്ധത്തിലായിരുന്നു. പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ അവരും പ്രശ്നം പരിഹരിച്ച് ബന്ധം കൂട്ടിയുറപ്പിച്ചു. ആയുധ നിർമ്മാണ രംഗത്തും മിസൈൽ നിർമ്മാണ രംഗത്തും സാറ്റലൈറ്റ് വിക്ഷേപ രംഗത്തുമെല്ലാം ഇറാൻ വിജയം നേടുന്നത് റഷ്യയെപ്പോലും അമ്പരപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2023 അവസാനത്തിൽ ഈ 2 രാഷ്ട്രങ്ങളും തമ്മിൽ ആയുധ വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. ഇന്ത്യയും റഷ്യയും ചൈനയുമെല്ലാം അടങ്ങുന്ന ബ്രിക്സ് സംഘടനയിലും ഇറാൻ കഴിഞ്ഞ വർഷം അംഗമായി. സ്വന്തമായി ന്യൂക്ലിയർ പ്രോഗ്രാമുള്ള ചുരുക്കം മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇറാൻ. തങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു ദൗത്യവും മിഡിൽ ഈസ്റ്റിൽ നടപ്പിലാക്കാൻ കഴിവുള്ള പ്രോക്സി മിലിറ്ററി ഗ്രൂപ്പുകൾ ഉള്ള രാഷ്ട്രമാണ് ഇറാൻ. ഇതിൻ്റെ ഫലമായാണ് അമേരിക്ക സിറിയയിൽ തോറ്റത്, ഇസ്രായേൽ 2006 ലെബനോണിൽ തോറ്റത്. ഇന്നിതാ അമേരിക്ക പരിപൂർണമായി ഇറാഖിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ തീരുമാനമെടുത്തത്. ഇതെല്ലാം ഇറാനും സഖ്യകക്ഷികളായ ചൈനയും റഷ്യയും ചേർന്ന് മിഡിൽ ഈസ്റ്റിൽ നടപ്പിലാക്കുന്ന സ്ട്രാറ്റജിക് ഫോറിൻ പോളിസിയുടെ ഫലമാണ്.
അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റ് പാർട്ടിയുടെ ജോയ് ബൈഡനുമാണ് പ്രധാന കാൻഡിഡേറ്റ്സ്. നിലവിലെ ബൈഡൻ ഭരണകൂടത്തിൻ്റെ പോപ്പുലാരിറ്റി വളരെയധികം കുറഞ്ഞു വരുന്ന സാഹചര്യമാണുള്ളത്. അവരുടെ നേതൃത്വത്തിൽ അമേരിക്ക സാമ്പത്തികമായി പിന്നോക്കം പോവുകയും ആഗോള രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തു. കൂടാതെ അമേരിക്കയ്ക്ക് അകത്തുള്ള പല പ്രധാന വ്യക്തികളും ബൈഡൻ ഭരണകൂടത്തിൻ്റെ ലിബറൽ ചിന്താഗതികളോട് എതിരാണ്. ഈ അവസരങ്ങളെല്ലാം കൃത്യമായി മുതലെടുത്തുകൊണ്ടാണ് ട്രംപ് നീങ്ങുന്നത്. ബൈഡൻ്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്തെല്ലാം തന്ത്രപ്രധാന നീക്കങ്ങൾ താൻ നടപ്പിലാക്കുമെന്ന് ജനങ്ങളോട് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ട്രംപിൻ്റെ പോപ്പുലാരിറ്റി വളരുകയാണ്. പ്രധാന നേതാക്കളിൽ ഒന്നായ വിവേക് രാമസ്വാമി അതുപോലെ ഭൂരിപക്ഷം വരുന്ന സ്റ്റേറ്റുകളുടെ ഗവർണർമാരും ട്രംപ് അനുകൂലികളായി മാറിയത് 2024 നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ വിജയം സാധ്യത വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ഈയിടെ പുറത്തിറങ്ങിയ അമേരിക്കൻ ടോപ്പ് പോൾ കണക്ക് പ്രകാരം 43% വോട്ട് ജോസഫ് ബൈഡനും 47% വോട്ട് ഡൊണാൾഡ് ജെ ട്രംപിനും ലഭിക്കുമെന്ന് വിലയിരുത്തുന്നു. ഇതുപ്രകാരം അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവാൻ തന്നെയാണ് സാധ്യത. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സും കറണ്ട് അഫയേഴ്സും ഇൻ്റർനാഷണൽ അഫയേഴ്സും കൃത്യമായി അറിയുവാനായി നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാ ആഴ്ചയിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്